തിരുവനന്തപുരത്ത് മൊബൈൽ ക്രിമിറ്റോറിയം നാടിന് സമർപ്പിച്ചു. ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് 2024-25 വാർഷിക പദ്ധതിയിൽ 15 ലക്ഷം രൂപ വകയിരുത്തി നടപ്പാക്കിയ മൊബൈൽ ക്രിമിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം ET ടൈസൺ മാസ്റ്റർ നിർവഹിച്ചു. ഒരു ചെറിയ രൂപം പ്രസിഡന്റ് ഇവിടെ പറഞ്ഞു. നമുക്ക് പഞ്ചായത്തിന് സാമ്പത്തികവും അതുപോലെ അധികാരവും ഒക്കെ വികേന്ദ്രീകരിക്കപ്പെട്ട ഒരു ഗവൺമെൻറ്റുള്ള ഒരു പ്രത്യേക പരിസ്ഥിതിയുള്ളൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ നാടിന് ആവശ്യമായിട്ടുള്ള പദ്ധതികളെല്ലാം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതെനിക്ക് തോന്നുന്നു വിദ്യാഭ്യാസ രംഗത്ത്, അതുപോലെ തന്നെ നമ്മുടെ ഭവന നിർമ്മാണ രംഗത്ത്, പശ്ചാത്തല സൗകര്യ വികസന രംഗത്തും ഒക്കെ പൊതുവായി പറയാൻ കഴിയും. എല്ലാ പഞ്ചായത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്താൽ മിക്കവാറും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ വ്യത്യസ്തതയുള്ള ചില കാര്യങ്ങളിൽ നമ്മുടെ പഞ്ചായത്ത് ഏറെ മുമ്പിലാണ്. ആ വ്യത്യസ്തത ഏറ്റവും പ്രാധാന്യത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയുക ഒരു പ്രകൃതി സൗഹൃദ വികസനത്തിന് നന്നായി ഊന്നൽ നൽകുന്ന പഞ്ചായത്ത് ഏതാണ്? നമ്മുടെ ശ്രീനാരായണപുരമാണ്. അതൊരു പ്രത്യേകതയാണ് നമുക്ക്. പ്രസിഡന്റ് MS മോഹനൻ അധ്യക്ഷത വഹിച്ചു. ദീർഘകാലമായി പൊതു ശ്മശാനത്തിനായി മാറി വരുന്ന ഭരണസമിതികൾ പരിശ്രമിച്ചെങ്കിലും പൊതുശ്മശാനം യാഥാർത്ഥ്യമാക്കാൻ കഴിഞ്ഞില്ല. ജനസാന്ദ്രത വളരെ കൂടുതലായതിനാലും 45,000-ത്തിലധികം ജനസംഖ്യയുള്ള ഗ്രാമപഞ്ചായത്തിന്റെ അടിസ്ഥാന ആവശ്യമായ ക്രിമിറ്റോറിയം എന്ന ലക്ഷ്യമാണ് മൊബൈൽ ക്രിമിറ്റോറിയം യാഥാർത്ഥ്യമാക്കിയിരിക്കുന്നത്. മരണാനന്തര ചടങ്ങുകൾക്ക് സ്ഥലപരിമിതിയും സ്വന്തമായി സ്ഥലമില്ലാത്ത നിർധനരായ കുടുംബങ്ങൾക്കും ഏറെ ആശ്വാസം നൽകുവാൻ പദ്ധതിയിലൂടെ സാധിച്ചു. എസ്.എൻ. മാർക്കറ്റ് ഓഡിറ്റോറിയത്തിൽ വെച്ച് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ സെക്രട്ടറി രഹ്ന P. ആനന്ദ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അയൂബ് KA, ജയ CC, PA നൌഷാദ്, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ K. രഘുനാഥ്, വാർഡ് മെമ്പർമാരായ രമ്യ പ്രദീപ്, ജിബിമോൾ, ഇബ്രാഹിംകുട്ടി, മിനി പ്രദീപ്, ജൂനിയർ സൂപ്രണ്ട് രതീഷ് PS, MR സച്ചിദാനന്ദൻ തുടങ്ങിയവർ സംസാരിച്ചു.